ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ 2024-25 വർഷത്തിൽ നടന്ന HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് സസ്തനികൾ. ഇവയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? മുട്ടയിടുന്നവയാണ്, ചെവിക്കുടയുണ്ട്, ശരീരം രോമാവൃതമാണ്, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. Mammals are the animals which give birth to young ones and feed them. Which among the following is not a feature of mammals? Okay, they have eggs, they have pinna over their ears, their bodies are covered with hair or fur, feed milk to their young ones. ഇതിൽ ഏതാണ് ഇതിലെ സവിശേഷതയിൽ പെടാത്തത് കൂട്ടുകാരെ? മുട്ടയിടുന്നവയാണ് എന്നുള്ളതാണ്. ഓക്കെ, ദേ ലേ എഗ്സ് എന്നുള്ളതാണ് ഇതിൽ പെടാത്തത്. ബി ചോദ്യം, ഉഭയജീവികളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇവയുടെ സവിശേഷത എന്തെല്ലാം? ഒരെണ്ണം താഴെ നൽകിയിരിക്കുന്നു, മറ്റ് രണ്ടെണ്ണം കൂടി എഴുതുക. You might have heard about amphibians. What are their features? One feature is given below. Write two more. Live in land and water. എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ എന്താണുള്ളത് കൂട്ടുകാരെ? സ്മൂത്ത് സ്കിന്നാണ്, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റർ ആണ്. ഓക്കെ, സ്മൂത്ത് സ്കിന്നാണ്, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റർ. ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്, ശരീരത്തിലെ താപനിലയെ ത്വരിതപ്പെടുത്താൻ കഴിയുന്നു. ഇത് രണ്ടും അവരുടെ ഫീച്ചേഴ്സ് ആണ്. ഇതിലെ സി ചോദ്യം, തവളയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്നതാണ് വാൽമാക്രിയാണ്. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഈ പ്രതിഭാസം കാണിക്കുന്ന മറ്റൊരു ജീവിയുടെ പേരെഴുതുക. Tadpole is formed by the hatching of eggs of frogs. Name this phenomena. Write the name of the organism which shows this phenomena other than frog. അപ്പോൾ എന്താണ് ഇതേപോലെയുള്ള, ഇപ്പോൾ തവളയുടെ മുട്ട വിരിഞ്ഞിട്ട് നമുക്കറിയാം വാൽമാക്രി ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മെറ്റാമോർഫോസിസ് എന്നുള്ളത്, രൂപാന്തരണം എന്നുള്ളത്. ഇതേപോലെയാണ് നമ്മുടെ ചിത്രശലഭം അല്ലെങ്കിൽ നമുക്ക് ക്രോക്രോച്ച് എഴുതാം. ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി നമ്പർ 2 ആണ്. പല ഉരകജീവികളുടെയും എണ്ണം കുറയുകയും വംശനാശം സംഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാഥമിക കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എക്സ്റ്റിൻഷൻ ഓഫ് റെപ്റ്റൈൽസ്? ചൂസ് ഇറ്റ് ഫ്രം ബിലോ. ഏതൊക്കെയാണ്? ആവാസ വ്യവസ്ഥയുടെ നാശം, ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, പ്രജനനക്കുറവ്, ലോ ബ്രീഡിങ്, ഭക്ഷണം ലഭിക്കാത്തത്, നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, മറ്റു ജീവികൾ തിന്നു തീർക്കുന്നത്, ഈറ്റൺ ബൈ അതർ എനിമൽസ്. ഏതാണ്? ആവാസ വ്യവസ്ഥയുടെ നാശം എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതിലെ ബി ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ കൂട്ടങ്ങളാക്കുക. മുയൽ, പാമ്പ്, പല്ലി, പശു. ഓക്കെ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഓർഗാനിസംസ്. റാബിറ്റ്, സ്നേക്ക്, ഹൗസ് ലിസാർഡ്, കൗ. എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്? സസ്തനികൾ. ഓക്കെ, സസ്തനികളും പിന്നെ ഏതാണുള്ളത്? പാമ്പ് വരുന്നത് ഏതിലാണ് കൂട്ടുകാരെ? പാമ്പ് വരുന്നത് ഏത് കാറ്റഗറിയിലാണ്? ഉരകങ്ങളാണ് അല്ലേ. അപ്പോൾ സസ്തനികളെന്നും ഉരകങ്ങളെന്നുമാണ് തരംതിരിക്കേണ്ടത്. സസ്തനികളിൽ വരുന്നത് ഏതൊക്കെയാണ്? മുയൽ, പശു എന്നിവയും ഉരകങ്ങളിൽ പാമ്പ്, പല്ലി എന്നിവയും വരും. ഓക്കെ, മാമൽസിൽ വരുന്നത് റാബിറ്റ്, കൗ. ഓക്കെ, അടുത്തത് ഏതാണ്? ഉരകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റെപ്റ്റൈൽസ് ആണല്ലേ. റെപ്റ്റൈൽസിൽ വരുന്നത് സ്നേക്കും അതുപോലെ തന്നെ ഹൗസ് ലിസാർഡുമാണ് വരുന്നത്. ഇനി ഇതിലെ സി ചോദ്യം, പാമ്പ് കടിയേറ്റാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വാട്ട് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ് ബിഫോർ ടേക്കിംഗ് ടു ദ ഹോസ്പിറ്റൽ? എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ നോക്കേണ്ടത്? റിമൂവ് ദ ടൈറ്റ് ക്ലോസ് കവർ വിത്ത് എ ലൂസ്. എന്താണ്? അയാളെ ടൈറ്റായിട്ടാണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതൊന്ന് ലൂസാക്കുക. ബാൻഡേജ് സ്റ്റേ കാം. ഓക്കെ, അയാളെ കാമായിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി അനുവദിക്കാം. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. വളരെ സമാധാനിപ്പിച്ച് ശാന്തതയോടെ പരിപാലിക്കണം. ഇനി ഇതിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നാവിൻ്റെ ആരോഗ്യത്തിനായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വാട്ട് ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് ടങ്? എന്തൊക്കെ ചെയ്യണം നമ്മൾ? ബ്രഷ് യുവർ ടങ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ആൻഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. ചൂടോ അല്ലെങ്കിൽ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. അതുപോലെ ശക്തിയായിട്ട് നാവ് വടിക്കുകയും ചെയ്യരുത്. ബി ചോദ്യം, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏത്? ചെവി, കണ്ണ്, മൂക്ക്, ത്വക്ക്.
വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ? ഇയർ, ഐ, നോസ്, സ്കിൻ. ഏതാണ്? സ്കിന്നാണ്, ത്വക്കാണ്. ഓക്കെ. സി ചോദ്യം, നേത്രദാനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പ്രിപ്പയർ എ പോസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് ഐ ഡൊണേഷൻ. അപ്പോൾ കൂട്ടുകാരെ, പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തയ്യാറാക്കുക. എന്തെങ്കിലും ഐയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും എഴുതുക. എന്താണ്? അവയവദാനം, മഹാദാനം എന്നോ എന്തെങ്കിലും നിങ്ങൾ ചെറിയ കോഡ്സ് എന്തെങ്കിലും എഴുതി കൊടുക്കുകയും ചെയ്യാം. അടുത്തത് പ്രവർത്തനം 4 ആക്ടിവിറ്റി നമ്പർ 4. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളെ നടീൽ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദെയർ പാർട്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ്. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? വെണ്ട, മരച്ചീനി, ചെമ്പരത്തി, നെല്ല്, ചീര, റോസ്. ഓക്കെ. ലേഡീസ് ഫിംഗർ, ടാപ്പിയോക്കോ, ഹിബിസ്കസ്, പാഡി, അമാരന്തസ്, റോസ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? തണ്ട് നട്ടുണ്ടാക്കുന്നവ, അതേപോലെ തന്നെ വേറെന്തെന്നാണ് ഉള്ളത്? വിത്ത് നട്ട് ഉണ്ടാക്കുന്നവ. ഓക്കെ. അപ്പോൾ അവിടെ വിത്ത് നട്ടുണ്ടാക്കുന്നവ എന്നുള്ളത് എയിൽ വരും. ഇനി തണ്ട് നട്ടുണ്ടാക്കുന്നവ ഏതൊക്കെയാണ്? ചെമ്പരത്തി, മരച്ചീനി, റോസ്. ഇനി വിത്ത് നട്ടുണ്ടാക്കുന്നവയോ? നെല്ല്, അതേപോലെ തന്നെ ചീര, വെണ്ട. ഓക്കെ. ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം. അടുത്തത് ഏതാണ്? ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ സീഡ്. ഓക്കെ. അപ്പോൾ ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം ഏതൊക്കെയാണ്? ഹിബിസ്കസ്, ടാപ്പിയോക്കോ, റോസ്. ഇനി ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ സീഡ് എന്നുള്ളിടത്ത് പാഡി, അമാരന്തസ്, ലേഡീസ് ഫിംഗർ. ഓക്കെ. ഇങ്ങനെയാണ് വരുന്നത്. ബി ചോദ്യം, വിത്തുകൾ ഒരു സസ്യത്തിൻ്റെ ചുവട്ടിൽ തന്നെ വീണു മുളച്ചാൽ തൈച്ചെടികൾക്ക് ശരിയായി വളരാൻ കഴിയില്ല. വ്യത്യസ്തമായ വിത്ത് വിതരണ രീതികൾ ഏതെല്ലാം? ഇഫ് ദ സീഡ്സ് സ്പ്രൗട്ട് ഓൾ ദ ബോട്ടം ഓഫ് ദ പ്ലാന്റ്, സാപ്ലിങ്സ് കനോട്ട് ഗ്രോ പ്രോപ്പർലി. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ്? ഏതൊക്കെയാണ്? ത്രൂ വിൻഡ്, കാറ്റിലൂടെ. പിന്നെ ഏതൊക്കെയാണുള്ളത് കൂട്ടുകാരെ? കാറ്റിലൂടെ മാത്രമാണോ? അല്ല. ത്രൂ എനിമൽസ്, ത്രൂ വാട്ടർ. ഓക്കെ. ഏതൊക്കെയാണ്? ജന്തുക്കളിലൂടെ, ജലത്തിലൂടെ. ഇനി സി ചോദ്യം, അപ്പൂപ്പൻ താടിയുടെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന അനുകൂലനം ഏത്? വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് പാപ്പസ് ഹെൽപ്പ് ഇറ്റ് സീഡ് ഡിസ്പേഴ്സൽ? എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കനം കൂടുതൽ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, രോമം പോലെയുള്ള ഭാഗങ്ങൾ, ആകർഷകമായ നിറം. ഓക്കെ. മോർ വെയിറ്റ്, ഫ്ലോട്ട് ഇൻ വാട്ടർ, ഹെയറി പാർട്സ്, അട്രാക്റ്റീവ് കളർ. ഏതാണ്? ഹെയറി പാർട്സ് എന്നുള്ളതാണ്, രോമം പോലെയുള്ള ഭാഗങ്ങൾ കൊണ്ടാണ്. ഇനി പ്രവർത്തനം 5 ആക്ടിവിറ്റി നമ്പർ 5 ആണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. വാട്ടർ ഈസ് ബ്രീഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. എ ചോദ്യം, ജലത്തിൻ്റെ ഏതു സവിശേഷത മൂലമാണ് ജലം പൈപ്പിലൂടെ കടന്നു പോകുന്നത്? വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഹെൽപ്സ് ഇറ്റ് ടു പാസ് ത്രൂ ദ പൈപ്പ്? ഏതാണ്? ഫ്ലോ ഓഫ് വാട്ടർ ആണ്, ജലം ഒഴുകുന്നു എന്നുള്ള ഫീച്ചറാണ്. ബി ചോദ്യം, പല രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങളുണ്ട്, ഏതെങ്കിലും 3 എഴുതുക. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ്, റൈറ്റ് എനി 3 ഓഫ് ദം. ഏതൊക്കെയാണ്? റെയിൻ ഹാർവെസ്റ്റിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, റീയൂസ് സൈക്ലിംഗ്. ഓക്കെ. മഴവെള്ള സംഭരണി, പുനഃചക്രമണം തുടങ്ങിയവയൊക്കെയാണ്. ഇനി മഴക്കുഴികൾ എന്നിവ നമുക്ക് എഴുതാവുന്നതാണ്. സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൻ്റെ ഖരാവസ്ഥ ഏത്? കിണർ, ജലം, നീരാവി, ഐസ്. ഓക്കെ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ? വെൽ, വാട്ടർ വേപ്പർ, ഐസ്. ഏതാണ്? ഓപ്ഷൻ സി, ഐസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ഇതിലെ ബി ചോദ്യം പ്രവർത്തനം 6 നോക്കാം. കത്താൻ വായു ആവശ്യമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തതാണല്ലോ. ഈ പരീക്ഷണത്തിന് തീപ്പെട്ടി കൂടാതെ മറ്റെന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? യു മൈറ്റ് ഹാവ് ഡൺ ആൻ എക്സ്പീരിമെൻറ്റ് ഇൻ യുവർ ക്ലാസ് ടു പ്രൂവ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദാൻ എ മാച്ച് ബോക്സ്? എന്തൊക്കെ വേണം നമുക്ക്? കാൻഡിൽസ് വേണം, അതുപോലെ തന്നെ ഗ്ലാസ് വേണം അല്ലേ? മെഴുകുതിരി, ഗ്ലാസ്, ഇത് രണ്ടുമാണ് നമുക്ക് ആ ഒരു പരീക്ഷണത്തിന് വേണ്ടത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് കത്താൻ വായു ആവശ്യമാണെന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് ദ നോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൂവ് എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അത് പോയി കാണുക. ടെക്സ്റ്റ് ബുക്കിലും അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇതിലെ സി ചോദ്യം, താഴെ കൊടുത്തവയിൽ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാം? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? പെട്രോൾ, കാറ്റ്, സൗരോർജ്ജം, കൽക്കരി. പെട്രോൾ, വിൻഡ്, സോളാർ എനർജി, കോള്. ഏതാണ്? പെട്രോളും കോളുമാണ്. ഓക്കെ. പെട്രോളും കൽക്കരിയുമാണ്. ഇനി പ്രവർത്തനം 7 ആണ്. ആക്ടിവിറ്റി നമ്പർ 7 ആണ്. മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണല്ലോ കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇവ നൽകുന്ന 2 സേവനങ്ങൾ എന്തെല്ലാം? ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, കാലാവസ്ഥാ
പ്രവചനം എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദ മാൻ മെയ്ഡ് മെഷീൻസ് റൈറ്റ് എനി ടു സർവീസസ് ദേ ഡു ടു അസ്. വെതർ ഫോർകാസ്റ്റ്, പിന്നെ എന്തൊക്കെയാണ്? ടെലി കമ്മ്യൂണിക്കേഷൻ, സയൻറ്റിഫിക് റിസർച്ച്, ഓക്കെ, വാർത്താവിനിമയം, ഗതി നിർണ്ണയം, ഭൗമ നിരീക്ഷണം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഡിഫൻസ്, പ്രതിരോധം, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ ബി ആണ്, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ എ ബി എന്ന് പറഞ്ഞുകൊണ്ട് 2 ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അനുയോജ്യമായവ എയിൽ നിന്നും ബിയിലേക്ക് ചേർത്ത് എഴുതാനാണ്. സണ്ണുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സെൽഫ് ഗ്ലോയിങ് എന്നുള്ളതാണ്. ഓക്കെ, സെൽഫ് ഗ്ലോയിങ്, സൂര്യൻ എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നു. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കൃത്രിമ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ടത് കാലാവസ്ഥാ പ്രവചനം എന്നുള്ളതാണ്. ഓക്കെ, കാലാവസ്ഥാ പ്രവചനം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വെതർ ഫോർകാസ്റ്റ് ആണ്. റോക്കറ്റുമായി ബന്ധപ്പെട്ടത് ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻ ദ സ്കൈ എന്നുള്ളതാണ്. കൃത്രിമ ഉപഗ്രഹങ്ങളെ ആകാശത്ത് എത്തിക്കും. ഇനി മൂണ് ചന്ദ്രനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? മൂണുമായി ബന്ധപ്പെട്ടത് ഭൂമിയുടെ ഉപഗ്രഹം എന്നുള്ളതാണ്. സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ഓക്കെ, ഭൂമിയുടെ ഉപഗ്രഹം. ഇനി നെയിം ദ മെത്തേഡ് ദാറ്റ് ഹെൽപ്പ് us റീച്ച് ദ ഡെസ്റ്റിനേഷൻ വെൻ വി ട്രാവൽ ത്രൂ ആൻ അൺനോൺ വേ. അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കുന്ന മാർഗം. ഷാഡോ, TV, GPS, റേഡിയോ. നിഴൽ നോക്കി, ടെലിവിഷന്, GPS, റേഡിയോ. ഏതാണ്? GPS ആണ് ശരിയായിട്ടുള്ളത്. GPS നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പേപ്പറായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ കയറി നോക്കുക. ക്ലാസ് 5 ആനുവൽ എക്സാം 2025 എന്നുണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്തായാലും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Thanks for watching.